വെള്ളി, എബ്രായ ഭാഷയിൽ വെള്ളിക്ക് കെസഫ് എന്നാണ് പറയുന്നത്. ഗ്രീക്കിൽ അർഗുറിയോൻ എന്നും പറയും. പ്രകാശിക്കുന്നത് അഥവാ രാജിക്കുന്നത് എന്ന അർത്ഥത്തിൽ രജതം എന്നും ഗ്രീക്കിൽ അർഗുറിയോൻ എന്നും വെള്ളി അറിയപ്പെട്ടു വന്നു. വെള്ളി അയിരിൽ നിന്നും ചെമ്പും ഈയവും ശുദ്ധീകരിക്കുമ്പോൾ ഉപോൽപ്പന്നമായും വെള്ളി ലഭിക്കുന്നുണ്ട്. സ്വർണത്തേക്കാൾ 10 മടങ്ങ് സമൃദ്ധിയായി വെള്ളി ഈ ഭൂമിയിലുണ്ട്. പുരാതന കാലത്ത് ധാരാളം വെള്ളി ഖനനം ചെയ്തിരുന്നു. സ്വർണവും ചെമ്പും അറിയപ്പെട്ട കാലം മുതൽ തന്നെ വെള്ളിയും അറിയപ്പെട്ടിരുന്നു. പേർഷ്യൻ കാലഘട്ടം വരെ സുമാർ BC 500 അടുത്ത് മറ്റെല്ലാ ലോഹങ്ങളിലും വിലയേറിയതായിരുന്നു വെള്ളി. പാർസികളുടെ അഭ്യുദയത്തോടുകൂടി വെള്ളി ധാരാളമായി വിപണിയിലെത്തുകയും വെള്ളിയുടെ വില ഇടിയുകയും ചെയ്തു. ഈജിപ്തിൽ വെള്ളി ലഭ്യമായിരുന്നില്ല. അവർക്ക് വെള്ളിയാഭരണങ്ങൾ അമൂല്യങ്ങളായിരുന്നു. പുറപ്പാട് 11:2, 12:35. അബ്രഹാമിൻ്റെ കാലം മുതൽ ഏതാണ്ട് BC 1000 വരെയും ഏഷ്യ മൈനറിലെ ഹിത്യരും അവരുടെ പിന്തുടർച്ചക്കാരും വെള്ളി വിപണി കൈയടക്കിയിരുന്നു. ഉത്ഖനനങ്ങളിൽ നിന്ന് ലഭിച്ച രജത നിർമ്മിത വസ്തുക്കളിൽ നിന്നും BC 15-ാം നൂറ്റാണ്ട് മുതൽ ശലോമോന്റെ കാലം വരെയും വെള്ളി ദുർലഭമായിരുന്നുവെന്ന് കാണാം. ശലോമോന്റെ കാലത്ത് വെള്ളിയുടെ ആധിക്യം അതിനെ കല്ലുപോലെ വിലയില്ലാതാക്കി തീർത്തു. 1 രാജാക്കന്മാർ 10:27, 2 ദിനവൃത്താന്തം 9:27. തർശീസിൽ നിന്നാണ് അധികം വെള്ളിയും യെരുശലേമിലെത്തിയിരുന്നത്. യെരമ്യാ പ്രവചനം 10:9, 1 രാജാക്കന്മാർ 10:22. വെള്ളിയുടെ ഖനനത്തെക്കുറിച്ചും വെള്ളി ഉരുക്കി ശുദ്ധി ചെയ്യുന്നതിനെക്കുറിച്ചും പഴയ നിയമത്തിൽ പല പരാമർശങ്ങളുമുണ്ട്. യോബ് 28:1. വെള്ളി ഊതിക്കഴിച്ച് നിർമ്മലീകരിക്കുന്നതിനെക്കുറിച്ച് തിരുവെഴുത്തുകളിൽ പറയുന്നുമുണ്ട്. സെഖര്യാ പ്രവചനം 13:9, മലാഖി 3:3. വെള്ളി ഉലയിലിട്ട് ഊതി ഉരുക്കുന്നതിനെക്കുറിച്ചും വെള്ളി ശുദ്ധീകരിക്കുന്ന പുടത്തെക്കുറിച്ചും പ്രസ്താവനയുണ്ട്. യെഹെസ്കേൽ പ്രവചനം 22:20 മുതൽ 22 വരെ. സദൃശവാക്യം 17:3, 27:21. ഉരുക്കി ശുദ്ധി ചെയ്ത വെള്ളിയാണ് മേത്തരം വെള്ളി. സദൃശവാക്യം 10:20, സങ്കീർത്തനം 12:6, സദൃശവാക്യം 17:3, 25:4, യെഹെസ്കേൽ പ്രവചനം 22:18 മുതൽ 22 വരെ. വിലയേറിയ മനോഹര വസ്തുക്കൾ വെള്ളി കൊണ്ട് നിർമ്മിച്ചിരുന്നു. പ്രഭുക്കന്മാർ വെള്ളി കൊണ്ടുള്ള പാനപാത്രം ഉപയോഗിച്ചിരുന്നു. ഉൽപ്പത്തി 44:2. കിരീടം നിർമ്മിക്കുന്നതിനും വെള്ളി പ്രയോജനപ്പെടുത്തിയിരുന്നു. സെഖര്യാവ് 6:11. വെള്ളി ആഭരണങ്ങൾ ധാരാളം ഉപയോഗിച്ചു വന്നു. ഉൽപ്പത്തി 24:53, പുറപ്പാട് 3:22, 11:2, 12:35, ഉത്തമഗീതം 1:11. വെള്ളി കൊണ്ടുള്ള വിഗ്രഹ നിർമ്മാണത്തെക്കുറിച്ച് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും സ്പഷ്ടമായ സൂചനകളുണ്ട്. പുറപ്പാട് 20:23, ആവർത്തനം 29:17, ന്യായാധിപന്മാർ 17:4, സങ്കീർത്തനം 115:4, 135:15, യെശയ്യാ പ്രവചനം 2:20, 30:22, 31:7, 40:19, യെരമ്യാ പ്രവചനം 10:4, ദാനിയേൽ പ്രവചനം 2-ാം അധ്യായം 32 മുതൽ 33 വരെ, 5:2-3, 11:8, 9, ഹോശിയ പ്രവചനം 13:2. വെള്ളി കൊണ്ട് ക്ഷേത്ര രൂപങ്ങൾ നിർമ്മിക്കുന്ന തട്ടാൻ അർഗുറോകോപ്പാസ്, അതായത് സിൽവർ സ്മിത്ത്, അങ്ങനെ ഒരു വ്യക്തിയായിരുന്നു ദെമേത്രിയോസ്. അപ്പോസ്തല പ്രവൃത്തികൾ 19:24. കൊട്ടാരത്തിലെ പാത്രങ്ങളുടെയും സമാഗമന കൂടാരത്തിലെയും ദൈവാലയത്തിലെയും ഉപകരണങ്ങളുടെയും നിർമ്മാണത്തിന് വെള്ളി ഉപയോഗിച്ചിരുന്നു. പുറപ്പാട് 26:19 മുതൽ 25 വരെ, 1 ദിനവൃത്താന്തം 18:10, 28:14 മുതൽ 17 വരെ, 29:2, 4, 2 ദിനവൃത്താന്തം 24:14, യെസ്ര 1:6, 11, 5:14, 8:26, ദാനിയേൽ പ്രവചനം 5:2. വെള്ളി സമ്പത്തിന്റെ മാനദണ്ഡമായി കരുതപ്പെട്ടിരുന്നു. ഉൽപ്പത്തി 13:2, 24:35, പുറപ്പാട് 25:3,
സംഖ്യാപുസ്തകം 22:18, ആവർത്തനം 7:25, സെഫന്യാവ് 1:18, ഹഗ്ഗായി 2:8, സെഖരിയ പ്രവചനം 6:11. വെള്ളി കൊള്ളവസ്തുവാണ്. യോശുവ 6:19, 7:21. വെള്ളിയുടെ ഉപയോഗങ്ങളിൽ പ്രധാനമായ ഒന്നാണ് നാണയ നിർമ്മാണം. വെള്ളിശേക്കലും വെള്ളിത്താലന്തും ഉപയോഗിച്ചു വന്നു. ആദ്യകാലങ്ങളിൽ വെള്ളിക്കഷണങ്ങൾ തൂക്കിക്കൊടുക്കുമായിരുന്നു. തങ്കം കൊടുത്താൽ അത് കിട്ടുന്നതല്ല, അതിൻ്റെ വിലയായി വെള്ളി തൂക്കിക്കൊടുക്കാറുമില്ല എന്ന് ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ 28-ാം അധ്യായം 15-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. നാണയമെന്ന നിലയിൽ വെള്ളിയുടെ ഉപയോഗത്തെക്കുറിച്ച് വളരെയധികം പരാമർശങ്ങൾ ബൈബിളിലുണ്ട്. ഉൽപ്പത്തി 23:15, 16, ലേവ്യ പുസ്തകം 27, ആവർത്തന പുസ്തകം 22:19, 29, ന്യായാധിപന്മാരുടെ പുസ്തകം 17:2, 4:10, 2 ശമൂവേൽ 18:11, 12, 1 രാജാക്കന്മാർ 20:39, 2 രാജാക്കന്മാർ 5:22, 23, 15:20, യെരമ്യാ പ്രവചനം 32:9, ആമോസ് പ്രവചനം 2:6, 8-ാം അധ്യായം 6-ാം വാക്യം. ദീനാരിയോൻ എന്നറിയപ്പെട്ടിരുന്ന വെള്ളി നാണയം പുതിയ നിയമകാലത്ത് പ്രചാരത്തിലിരുന്നു. ഈ റോമൻ നാണയത്തിന് ദ്രഹ്മ എന്ന ഗ്രീക്ക് നാണയത്തിൻ്റേതിൽ നിന്നും വില അല്പം കുറവായിരുന്നു. മലയാളത്തിൽ അധികം സ്ഥാനങ്ങളിലും വെള്ളിക്കാശ് എന്ന് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. മത്തായി 18:28, 20:2, 22:19, മർക്കോസ് 6:37, 12:15, 14:5, ലൂക്കോസ് 7:41, 10:35, യോഹന്നാൻ 12:5. ഭാരം തൂക്കുന്നതിനുള്ള കോലിനെ വെള്ളിക്കോൽ എന്ന് വിളിക്കുന്നു. സദൃശവാക്യം 16:11, യെശയ്യാ പ്രവചനം 40:12. ഏകദേശം 10 കിലോഗ്രാം വരെ വെള്ളിക്കോൽ കൊണ്ട് തൂക്കാവുന്നതാണ്. ആലങ്കാരികമായി ദൈവവചനത്തിനും നീതിമാന്റെ നാവിനും നല്ല ഭരണാധിപന്മാർക്കും കഷ്ടതയിലൂടെയുള്ള വിശുദ്ധന്മാരുടെ പരിശോധനയ്ക്കും ഉപമാനമാണ് വെള്ളി. സങ്കീർത്തനം 12:6, സദൃശവാക്യം 10:20, യെശയ്യാ പ്രവചനം 1:22, സങ്കീർത്തനം 66:10, സെഖരിയ പ്രവചനം 13:9 എന്നീ വാക്യങ്ങൾ. കളങ്കം ചേർന്ന വെള്ളി അഥവാ കറക്കൻ വെള്ളി ദുഷ്ടന്മാർക്ക് ഉപമാനമാണ്. യെശയ്യാ പ്രവചനം 1:22, യെരമ്യാ പ്രവചനം 6:30, യെഹെസ്കേൽ പ്രവചനം 22:18. ജ്ഞാനം വെള്ളിയേക്കാൾ വിലയേറിയതത്രയെന്നാണ് യോബ് 28:15, സദൃശവാക്യം 3:14, 8:10, 19, 16:16 നമ്മൾ വായിക്കുന്നത്.